ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സോഷ്യോളജിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള തിയറി ആൻഡ് റിസർച്ച് എന്ന യൂണിറ്റിലെ മറ്റൊരു പോർഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് എന്താണെന്നുള്ളതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്താണ് റിസർച്ച് എന്ന് നോക്കാം. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾഡ് എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ അബൌട്ട് ദി പ്രസ്യൂംഡ് റിലേഷൻസ് എമംഗ് നാച്ചുറൽ ഫിനോമിന. അതായത് ഒരു നാച്ചുറൽ ഫിനോമിനയുടെ പ്രസ്യൂംഡ് ആയിട്ടുള്ള റിലേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ കൺട്രോൾഡും അതുപോലെ തന്നെ എംപിരിക്കലും ക്രിട്ടിക്കലുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു നാച്ചുറൽ ഫിനോമിന, ആ നാച്ചുറൽ ഫിനോമിന എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ കോസസ് എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നതൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ബൈ വിച്ച് വി അറ്റംപ്റ്റ് ടു ഫൈൻഡ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഡെമോൺസ്ട്രബിൾ ഫാക്ട്സ് ദി ആൻസർ ടു എ ക്വസ്റ്റ്യൻ ഓർ ദി സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. മെയിൻ ആയിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനോമിന ഉണ്ടാവും, അതിന്റെ കോസസ് എന്താണെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരുപാട് ഫാക്ട്സ് ഉണ്ട്, ആ ഫാക്ട്സിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. Then types of research. There are different types of research are in there. മെയിൻ ആയിട്ടും ഇവാലുവേഷൻ റിസർച്ച്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിസർച്ച്, അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ച്. ഇത്തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് റിസർച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഇവാലുവേഷൻ റിസർച്ച്. ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, ഇവാലുവേഷൻ ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ടും ഇവാലുവേഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ റിസർച്ച് ആർ ഇൻ ദർ. ഇവാലുവേഷൻ റിസർച്ച് 2 തരത്തിലുണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു റിസർച്ച് നടത്തുമ്പം ആ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോരോ ഘട്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ നടത്തുകയാണ്. എത്രത്തോളം ആയി അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇവാലുവേഷൻ നടത്തുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിസർച്ചിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഈ സമ്മേറ്റീവ് ഇവാലുവേഷനിലൂടെ നമുക്ക് കിട്ടുക. നെക്സ്റ്റ് വൺ ആണ് എന്ത്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിസർച്ച്. മറ്റൊരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എസ്റ്റിമേറ്റ് ദി ലൈക്ലി കോൺസിക്വൻസസ് ഓഫ് എ പ്ലാൻഡ് ചേഞ്ച് and it can be used for planning and to making choices among alternative policies. ഈ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും. ആ കോൺസിക്വൻസും കാര്യങ്ങളും എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ചോയ്സസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് എന്ത്, ആക്ഷൻ റിസർച്ച്. ഈ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് തൊട്ട് മുൻപുള്ളതിനെ സംബന്ധിച്ച് കുറച്ചും കൂടി നല്ല ഒരു ലെവലിൽ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ആ ഒരു ഇതാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക, യൂസ്ഡ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എസ്പെഷ്യലി ഇൻ സോഷ്യൽ സയൻസസ് ഫീൽഡ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. സോഷ്യൽ സയൻസ് ഫീൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിലുള്ള ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ഷൻ റിസർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ആക്ഷൻ റിസർച്ചിൽ ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിലെ ഓരോ എലമെന്റും ആണ് എന്ത്, പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പൊ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ കുറവാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് മുമ്പത്തേതിനെ അപേക്ഷിച്ച് കംപ്ലീറ്റ് ചിലപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും മുമ്പത്തേതിനെ അപേക്ഷിച്ച് എത്രയോ ഡിസിപ്ലിന് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. അതാണ് ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ മെയിൻ പർപ്പസും നേച്ചറും എന്താന്ന് നോക്കാം. എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എക്സ്പ്ലോർ ചെയ്യുക, റിയാലിറ്റി എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് റിസർച്ചിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഫെമിലിയറിംഗ് വിത്ത് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഫിനോമിന. നമുക്കറിയാം ഒരുപാട് സോഷ്യൽ ഇഷ്യൂസും അതുപോലെ തന്നെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഫിനോമിനാസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചിലപ്പം ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇതൊന്ന് ഫെമിലറൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിസർച്ചിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ ആണ്. ദെൻ ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രൈബിങ് എ സിറ്റുവേഷൻ ഓർ സോഷ്യൽ സെറ്റിംഗ്. ഡിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് എന്ത്, എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ സംതിങ് ഹാപ്പൻഡ് അൺലൈക്ക് ദി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ പറയില്ല, മറിച്ച് ആ ഒരു സിറ്റുവേഷനെ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ എക്സ്പ്ലനേഷനകത്ത് എന്തും കൂടി പ്രൊവൈഡ് ചെയ്യും, എന്തുകൊണ്ടാണ് ഈ ഒരു ഫിനോമിന ഉണ്ടാവാൻ കാരണം എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. നെക്സ്റ്റ്, പ്രൊസീജിയേഴ്സ് ഇൻ എ റിസർച്ച്. അതായത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൽ ഓരോരോ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഉണ്ടാവും. ആ പ്രൊസീജിയർ എന്താന്ന് നോക്കാം. ചൂസിങ് റിസർച്ച് പ്രോബ്ലം ആൻഡ് സ്റ്റേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം കണ്ടെത്തണം അല്ലെ. ഒരു പ്രോബ്ലം വേണ്ട, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആണല്ലോ നമ്മൾ റിസർച്ചിലൂടെ കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ചൂസിങ് റിസർച്ച് പ്രോബ്ലം. ആ റിസർച്ച് പ്രോബ്ലം ആദ്യം നമ്മൾ ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്ത പ്രോബ്ലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ചിലപ്പോൾ ആ ഹൈപ്പോത്തസിസ് ശരിയാവാം, ചിലപ്പോൾ ആ ഹൈപ്പോത്തസിസ് തെറ്റാവാം. എന്നാലും നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്ത്, സ്റ്റേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ദെൻ ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ. ആ റിസർച്ചിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുക. നമ്മൾ എടുത്തിട്ടുള്ള ആ പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആണ് നമ്മൾ ഇവിടെ നടത്തുക. ദെൻ കോഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനൊന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് വണ്ണാണ് എന്ത്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഈ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ടിനകത്ത് നമ്മൾ ചെയ്ത റിസർച്ചിന്റെ ഓരോരോ പ്രൊസീജിയറും കാര്യങ്ങളും മനസ്സിലാക്കി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും മേജർ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഒരു റിസർച്ചിന്റെ മെയിൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസർച്ച് എന്താ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് എന്താ, അതുപോലെ തന്നെ റിസർച്ചിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് എന്താ, കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കാം. താങ്ക് യു.